കോഴിക്കോട് പാളയം മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കുന്നതിനെതിരെ വ്യാപാരികളുടെ പ്രതിഷേധം. കല്ലുത്താങ്കടവിൽ പുതിയ മാർക്കറ്റിന്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് പ്രതിഷേധം. പ്രതിഷേധത്തിനിടെ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. രാഹുൽ കെ വി വിവരങ്ങളുമായി ചേർന്നുണ്ട്. രാഹുൽ, വലിയ പ്രതിഷേധമാണോ സ്ഥലത്തുള്ളത്? വിശദ വിവരങ്ങൾ തത്സമയം എന്തൊക്കെയാണ്? പാളയം മാറ്റി കല്ലുത്തൻ കടവിൽ പുതിയ മാർക്കറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കാൻ പോവുകയാണ് 10 മണിക്ക്. അതിനിടെയാണ് പഴയ പാളയം മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തൊഴിലാളികളുടെയും വ്യാപാരികളുടെയും ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നത്. അതേസമയം തന്നെ കല്ലുത്തൻ കടവിലേക്ക് മാർക്കറ്റ് മാറ്റുന്നതിനെ അനുകൂലിച്ച് വ്യാപാരി വ്യവസായി സമിതിയുടെ ഒരു പ്രകടനവും ഇതുവഴി ഇതിനകം കടന്നുപോയിട്ടുണ്ട്. ആ സമയത്താണ് പ്രവർത്തകരും പോലീസും തമ്മിൽ, ഈ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ നേരിയ ഉന്തും തള്ളും ഒക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോടിന്റെ പൈതൃകമായ മാർക്കറ്റ് ഇവിടെ നിന്ന് മാറ്റാൻ അനുവദിക്കരുത് എന്ന നിലപാടാണ് വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും ഉള്ളത്. കഴിഞ്ഞ കുറെ നാളുകളായി വലിയ പ്രതിഷേധമാണ് ഇവർ നടത്തി വരുന്നത്. ഇപ്പോൾ ഏതായാലും ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം നടത്താനിരിക്കെ കടുത്ത പ്രതിഷേധം, കരിദിനം ആചരിച്ചുള്ള പ്രതിഷേധമാണ് നമ്മുടെ പല പ്രതിനിധികൾ ചെയ്യുന്നത്. ഇതിപ്പോ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഇന്നത്തെ ആവശ്യം എന്താണ്? ഒരു കാരണവശാലും ഞങ്ങൾ കല്ലുത്താൻ കടവിലേക്ക് മാറുന്ന പ്രശ്നമില്ല. ഒരു സൗകര്യവും അവിടെ ഇല്ല. നിങ്ങൾ പോയാൽ മനസ്സിലാകും. അവിടെ വാഴക്കൊല കച്ചവടക്കാർക്ക് കൊടുക്കുന്നത് ഫുട്പാത്തിന് മുകളിലാണ് അവർ ഉണ്ടാക്കിയത്. 80 സ്ക്വയർ ഫീറ്റ് താഴെയുള്ള ഷെഡ് മാത്രം 95% കച്ചവടക്കാരും തൊഴിലാളികളും ഇവിടെ നിൽക്കുക. അതിവിടെ പോയപ്പോഴത്തെ പ്രകടനം പറഞ്ഞ പ്രസന അത് രാഷ്ട്രീയക്കളിയ. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. ഞങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്ക് അതീതമായിട്ടുള്ള സമരം ഇവിടെ നടക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ പോകുന്ന പ്രശ്നം തന്നെയില്ല. കോർപ്പറേഷൻ ഞങ്ങളോട് മതിയായ ചർച്ച നടത്തിയിട്ടില്ല. അതുമല്ല, അവിടെ കൊടുക്കുന്നത് ഒരു കുത്തക ഭീമനാണ് കൊടുക്കുന്നത്. കോർപ്പറേഷന്റെ ബിൽഡിംഗ് അല്ല, ഒരു കുത്തക ഭീമന് 35 വർഷത്തെ കാലാവധിക്കാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ വാടക എന്തെന്നോ കച്ചവടക്കാരെ ഒഴിപ്പിക്കണമെന്നുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആ കുത്തക ഭീമന്മാരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് മാറുമ്പോൾ പ്രശ്നം തന്നെയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ കടമുറി കിട്ടിയിട്ടുണ്ടോ? ആ കടമുറി ഞങ്ങൾ ആരും എടുത്തിട്ടില്ല. ആ കടമുറി വെച്ച് അവിടെ കച്ചവടം ചെയ്യാൻ പറ്റുകയില്ല. അതാണ് സത്യം. 80 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള കടമുറി വെച്ച് എങ്ങനെ കച്ചവടം ചെയ്യാൻ പറ്റുക? അതേപോലെ ഇവിടെയുള്ള ആൾക്ക് ഫസ്റ്റ് ഫ്ലോറാണ് കൊടുത്തത്. റാമ്പ് കൊടുത്തിട്ടുണ്ട്. ആ റാമ്പിൽ കൂടി ഓട്ടോ പോകുകയില്ല. അതായത് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് പാളയത്ത് നടന്നു വരുന്നത്. അതായത് നാളുകളായുള്ളൊരു പ്രശ്നമാണ്. ഇവിടെ നിന്ന് മാറാൻ അനുവദിക്കില്ല എന്ന് ഇവർ നാളുകളായി ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ ഇവരുടെ വാക്ക് പോലും പരിഗണിക്കാതെ മാറ്റിയെന്നൊരു നിലപാടാണ്, ഒരു അഭിപ്രായമാണ് തൊഴിലാളികൾക്കൊക്കെ തന്നെയുള്ളത്. ആയിരക്കണക്കിന് ജനങ്ങളുടെ കുടുംബത്തെ വയ്യാതരാക്കിയിട്ട് എന്ത് വികസനം നേടിയാലും അതൊരു വികസനമായിട്ട് കാണാൻ കഴിയില്ല. ഇത് കോഴിക്കോടിലെ പൈതൃകമായ ഒരു മേഖലയാണ്. വെള്ളിയങ്ങാടി സെൻട്രൽ മാർക്കറ്റ് പോലെ കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്ന ഒരു വലിയ മാർക്കറ്റാണ്. അതിനെ നട്ടു വളർത്താൻ നോക്കിയാൽ കഴിയൂല. ഒരു ശരീരത്തിന്റെ ഒരു ഭാഗം തച്ച് തകർക്കുന്ന മാറ്റ രീതിയാണ് ഇപ്പോൾ കോർപ്പറേഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇതിന് നമ്മൾ കർശനമായിട്ട് എതിർക്കുന്നുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നു. അത്രമാത്രം. എല്ലാവർക്കും അവസരം ഉണ്ടാകുന്നതാണല്ലോ കോർപ്പറേഷൻ പറയുന്നത്. എല്ലാവർക്കും പരിപൂർണമായിട്ട് അവസരം കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു സത്യസന്ധമായ വാക്കാണ്. കാരണം ഈ തെരുവോര പ്രദേശങ്ങളിൽ തന്നെ 100 കണക്കിന് ആളുകൾ ഇവിടെ ജീവിക്കപ്പെടുന്നുണ്ട്. ഈ 100 കണക്കിനുള്ള ആളുകൾക്ക് ഇത്രയും വലിയ പൈസ കൊടുത്തിട്ട് ഇവിടെ ഒരു ഷോപ്പ് എടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ അന്നന്ന് കിട്ടി ജീവിക്കുന്ന ഉപജീവന മാർഗം നിലനിർത്തുന്ന പാവപ്പെട്ട കുറെ തൊഴിലാളികളാണ്. ആയിരക്കണക്കിന് കുടുംബങ്ങളെ വയ്യാതാരാക്കിയിട്ട് എത്ര വലിയ വികസനം നേടിയാലും അതൊരു വികസനമായിട്ട് കാണാൻ യുക്തിയുള്ള ജനങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളത് ഒരു മാർക്കറ്റ് മാറരുത്. ഇവിടുത്തെ നിൽക്കണോ? നമ്മൾ 3 ലക്ഷം 4 ലക്ഷമൊക്കെ പൈസ കൊടുത്തിട്ട് പാസ്സായ ആൾക്കാർ 2 മാസം മുമ്പ് ഓരൊക്കെ എന്ത് ചെയ്യും? അവിടെ പോയി കഴിഞ്ഞാൽ അല്ലേ പൊതുവേ പണി കുറവാണ്. എന്നിട്ട് അങ്ങോട്ട് മാറാൻ കളിക്കാറ്. ഇത് കോർപ്പറേഷന് കളിയുണ്ട്, വേറെ ഒന്നല്ല. ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ മാർക്കറ്റാണ് നിർമ്മിച്ചതെന്നാണ് കോർപ്പറേഷൻ പറയുന്നത്. ഇല്ല സാറേ, ഇത് ന്യൂ മാർക്കറ്റാണ് ഉണ്ടാക്കിയത്. അവിടെ ആദ്യം ഉണ്ടാക്കിയ വലിയ ഷോപ്പുകളൊക്കെ പുറത്ത് ലക്ഷക്കണക്കിന് ഉറുപ്പ്യക്ക് വിറ്റ് തീർന്ന്. ഇനിയുള്ള കച്ചവടക്കാർക്കുള്ളത് വളരെ ഇടുങ്ങിയ റൂമാ. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഈ പച്ചക്കറി മാർക്കറ്റ് പാളയത്ത് തന്നെ ഇവിടെ നിലനിർത്തി തരണം. അതിന് എന്ത് സഹായം വേണമെങ്കിലും ഇവിടുത്തെ കച്ചവടക്കാർ ചെയ്യാൻ തയ്യാറാണ്. ഇനിയും പൈസ മുടക്കിയിട്ട് അവർ ചെയ്യാനാണെങ്കിൽ അവരതിന് ഓക്കെയാണ്. ഞങ്ങളെ പണി നഷ്ടപ്പെടുന്ന, തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇതൊരു മാർക്കറ്റിന്റെ അകത്താവുമ്പോഴേ ഒരാളുകൾക്ക് സാധനം വാങ്ങാൻ വന്നാൽ എല്ലാ സാധനം മാത്രമേ കിട്ടുള്ളൂ. ഇത് 4 ഏക്കറിന് മേലെ സ്ഥലമുണ്ട് പച്ചക്കറി മാർക്കറ്റ്. അവിടെ 2 ഏക്കറിൽ മാത്രം സ്ഥലം മാത്രമേ ഉള്ളൂ. വികസനം എന്ന് പറയുമ്പോൾ
സൗകര്യം ഇല്ലാത്തടത്ത് സൗകര്യം ഉള്ളിടത്തേക്കാ കൊണ്ടുപോയി. ഇത് കൂടുതൽ ഇടുങ്ങിയ സ്ഥലത്തേക്കാ. സാറിന് തന്നെ അവിടെ നോക്കിയാൽ മനസ്സിലാവും, സിഗ്നലിന്റെ മൂട്ടിലേക്കാണ് എല്ലാ റോഡുകളും അവിടെ പോണേ. കൂടുതൽ മെഡിക്കൽ കോളേജ് റൂട്ട് 2005 മുതലേ തുടങ്ങിയ ആലോചനയും പദ്ധതിയൊക്കെ അല്ലേ സാർ? അന്ന് തന്നെ ഞങ്ങൾ മേയർ ഭാസ്കരായിട്ടുള്ള സമയത്ത് തന്നെ ഞങ്ങൾ നിവേദനം കൊടുത്തതിന് എതിർത്തിട്ടുണ്ട്. പിന്നെ എന്നതിന് ശേഷം വന്നിട്ടുള്ള പിന്നെ പ്രേമജാണ് മേയറായിട്ടില്ലേ, മേയർക്കും ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം വന്ന തോട്ടത്തിൽ രവീന്ദ്രേട്ടന് സാറിനും ഞങ്ങൾ ഇതേപോലെ നിവേദനം കൊടുത്ത് എല്ലാ സൗകര്യം ഇത് പറ്റൂല എന്നുള്ളത് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. ആരും ഞങ്ങൾ പിന്നോട്ട് പോയില്ല എന്ന് തന്നെയാ പറയുന്നത്. ഞങ്ങൾ പോവില്ല, ഞങ്ങൾ പോകാൻ ഒരിക്കലും തയ്യാറുമല്ല. കാരണം ഇതേ സമരം എപ്പോഴും നമ്മളെ ഈ മാർക്കറ്റിന് വേണ്ടിയിട്ടുണ്ടാവും. പിന്നെ ഒന്നെന്ന് പറഞ്ഞ കണക്കിൽ മുഴുവൻ ചാനലുകളും മറ്റുള്ള ചാനലുകളൊക്കെ ഇവിടെ വരും. നമ്മളെ പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് കൊടുത്തു കഴിഞ്ഞ കണക്കിൽ ഇന്ന് വരെ ജനങ്ങൾ കണ്ട ചരിത്രങ്ങളില്ല. എന്താണോ കോർപ്പറേഷന് ഇവരെ വിലക്കെടുത്തതാണോ നമുക്കറിയില്ല. ഞങ്ങൾ പല പ്രശ്നങ്ങളും പല പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇതിന്റെ ബാക്കിൽ ഹെൽമെറ്റ് ആലുണ്ട്, കോളനി ഉണ്ട്. ഇതിന്റെ ബാക്കിൽ കൂടുതൽ സൗകര്യങ്ങളുണ്ട്. കൂടുതൽ സൗകര്യപ്പെടുത്താനും സ്ഥലം ഏറ്റെടുക്കാനുള്ള സൗകര്യമുണ്ട്. ഇതിൽ മാർക്കറ്റിലുണ്ടായ ഏറ്റവും വലിയൊരു വീഴ്ച എന്താന്ന് സാറേ? ഒരു കയറുന്നത് ഇറങ്ങുന്നത് ഒരൊറ്റ ഗേറ്റിലാ. ഇതിന് മതിൽ സംവിധാനമുള്ള റോഡും കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ, കയറുന്ന വണ്ടി ഇറങ്ങി പോകുന്നത് വേറൊരു വൈക്കും കൂടി പിന്നെ ഒരു മതിൽ സംവിധാനം കൂടി ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് റോഡ് ബ്ലോക്കേ ഉണ്ടാവില്ല. അതിനുള്ളൊരു സംവിധാനം ഇത്രയും കാലമായിട്ട് കോർപ്പറേഷൻ ചെയ്തില്ല. 63 കൊല്ലമായിട്ടും കോർപ്പറേഷൻ അങ്ങനെ ഒരു സംവിധാനം ഒരു 10 പൈസന്റെ ഒരു ഇത് ഇവിടെ ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ട് രണ്ടാമതൊന്നല്ല സമരം. വിവരങ്ങൾ പങ്കുവച്ചത്. പ്രതിഷേധക്കാർക്ക് നിരവധി പ്രശ്നങ്ങൾ അവരുടേതായി പറയാനുണ്ട്. പുതിയ സ്ഥലത്തേക്ക് മാറുമ്പോൾ അവിടെ കൂടുതൽ സൗകര്യമുള്ള ഇടമാകണം. പക്ഷേ അത് അങ്ങനെയല്ല, സൗകര്യങ്ങൾ കുറവാണ് എന്നതാണ് അവർക്കൊക്കെയുള്ളൊരു പരാതി. നേരത്തെ തന്നെ ഇതിൽ പരാതി പറഞ്ഞിരുന്നു എന്നും പറയുന്നു.